നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പമ്പുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്തി. ചടയമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ തുടക്കം. കലോത്സവം ഡിസംബർ 5 വരെ. റവറന്റ് ഫാദർ കെ എ എബ്രഹാം പത്തനാപുരത്തിന്റെ നവോത്ഥാന നായകനെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ഫാദർ കെ എ എബ്രഹാമിന്റെ 80ാം പിറന്നാളും പൌരോഹിത്യ സുവർണ ജൂബിലിയും ആഘോഷിച്ചു. വാനരശല്യത്തിൽ നിന്ന് കിഴക്കൻ മേഖലയിലെ കർഷകരെയും ജനത്തെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RSP തെന്മല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി. പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കാനുള്ള നടപടികൾക്കെതിരെ കൊല്ലം ജില്ലയിൽ തിങ്കളാഴ്ച പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്തി. കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. ഡിസംബർ 17-18 തീയതികളിൽ 48 മണിക്കൂർ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പണിമുടക്കും. കൊല്ലം കളക്ടറേറ്റിലേക്ക് ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. ഹൈക്കോടതി വിധിയും ഗവൺമെന്റ് ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തും വിവിധ ഓയിൽ കമ്പനികളും കൊല്ലം ജില്ലയിൽ പുതിയ പെട്രോൾ പമ്പുകൾ തുടങ്ങാനുള്ള നീക്കം നടത്തുന്നു എന്നാരോപിച്ചാണ് പണിമുടക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 2 വർഷത്തിനിടെ 30 മോഷണങ്ങൾ നടത്തിയ പ്രതിയെ കൊട്ടാരക്കര പോലീസ് പിടികൂടി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കടലാവിള മണികണ്ഠം വീട്ടിൽ വിനോദിനെയാണ് പോലീസ് പിടികൂടിയത്. നൈറ്റ് പട്രോളിംഗിനെത്തിയ പോലീസ് പുലമൺ SBT A ടീമിന് സമീപത്ത് നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. മോഷണത്തിന് സജ്ജരായിട്ട് ATMന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ പുലമൺ അപ്പുറത്തെ ATM. അങ്ങനെ പിന്നെ വേറൊരു കടമുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടില്ല. ടങ് ക്ലീനർ അടക്കം വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇയാൾ മോഷണം നടത്തുന്നത്. ആരും അറിയാതെ വീട്ടിൽ കയറി മോഷണം നടത്താൻ ഇയാൾ അതിവിദഗ്ധനാണെന്ന് പോലീസ് പറയുന്നു. വളരെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ തന്നെ ഈ ജനലിൽ ടങ് ക്ലീനർ ഉപയോഗിച്ച് ജനലിന്റെ പാളി തുറക്കും. എന്നിട്ട് ഒരു മിറർ ഒരു ടോർച്ചും മറ്റേ കൈ കൊണ്ട് അടിച്ചു തുറക്കും. ഈ കൊടുത്തടിച്ചു കൊടുക്കും. ആ ഒരു രീതിയാണ് മോഡസ്. ശബ്ദം കേൾക്കുന്നത് ബ്രേക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. മുമ്പ് ഇയാൾ മോഷണ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചടയമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ തുടക്കം. ഡിസംബർ 5 വരെയാണ് കലോത്സവം. മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം ഉപജില്ലയിലെ 55 സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ചിങ്ങേലി സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കടക്കൽ ടൌൺ ചുറ്റി തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു. ഘോഷയാത്രയിൽ വിവിധ സ്കൂളുകളും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പങ്കെടുത്തു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാകില്ലെന്നും ഉള്ള കഴിവുകൾ കണ്ടെത്തി അതിൽ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം കുട്ടികൾക്ക് ഉപദേശം നൽകി. ഏതെങ്കിലും കഴിവില്ലാത്തവരോ എല്ലാ കഴിവും ഉള്ളവരോ ആയി ലോകത്തിൽ ഒരാളും ഉണ്ടായിരിക്കില്ല എന്ന വിവേകാനന്ദന്റെ വാക്കുകൾ അദ്ദേഹം അനുസ്മരിച്ചു. കലോത്സവത്തിന്റെ ലക്ഷ്യം കുട്ടികളുടെ കഴിവുകൾ കുട്ടികൾ തിരിച്ചറിയുകയും സ്കൂളുകൾ അറിയുകയും നാടറിയുകയും ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും കഴിവില്ലാത്തവരോ എല്ലാ കഴിവും കൂടി ഉള്ളവരുമായി ഒരാളും ലോകത്തില്ല. ഏതെങ്കിലും കഴിവ് എല്ലാവരിലും കാണും, എന്നാൽ എല്ലാ കഴിവും കൂടി ഒരാളിൽ കാണുകയില്ല. അതുകൊണ്ട് ഒരാൾക്കുള്ള കഴിവ് വേറൊരാൾക്കുണ്ടാവില്ല. അതുകൊണ്ട് ഓരോരുത്തരും കഴിവിന്റെ കാര്യത്തിൽ തുല്യരാണ്. ഒരാൾ മറ്റൊരാളെ ആ കാര്യത്തിൽ വണങ്ങേണ്ടതില്ല, ആ കാര്യത്തിൽ പിണങ്ങേണ്ടതുമില്ല. അതായത്
എല്ലാവരും കഴിവുള്ളവരായതുകൊണ്ട് പരസ്പരം വണങ്ങുകയും പരസ്പരം ഇണങ്ങുകയും ചെയ്യണം. കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ GHSS പ്രിൻസിപ്പൽ സി വിജയകുമാരി സ്വാഗതം പറഞ്ഞു. സംസ്കൃതോത്സവത്തിന്റെ ഉദ്ഘാടനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശിവദാസൻ പിള്ളയും അറബി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ആനന്ദകുസുമവും നിർവഹിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഗോപകുമാർ, ലതിക വിദ്യാധരൻ, കടക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ RS ബിജു, പി പരിമളകുമാരി, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, വിവിധ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ കരകുളം ബാബു, കെ മധു, CPIM കടക്കൽ ഏരിയ സെക്രട്ടറി എസ് വിക്രമൻ, CPI മണ്ഡലം സെക്രട്ടറി എസ് ബുഹാരി, AEO ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം 4 മുതൽ 7 വരെ തീയതികളിൽ ആവണീശ്വരം APPM HSSൽ നടക്കും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 4, 5, 6, 7 തീയതികളിൽ പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ബാലകലോത്സവം, യുവജനോത്സവം, സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കലോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സബ് ജില്ലാ കലോത്സവം ഈ വർഷം നമ്മുടെ APPM EHS സ്കൂളിൽ ആവണീശ്വരം വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇതിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏകദേശം ഒരു 15 വർഷത്തിന് മുമ്പാണ് വിളക്കുടി ഇത്തരത്തിലൊരു നല്ല പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചതെങ്കിൽ 15 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു നല്ല പരിപാടിയാണിത്. പുനലൂർ ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 6000 വിദ്യാർത്ഥികൾ കലാമത്സരങ്ങളിൽ പങ്കുകൊള്ളുമെന്ന് പുനലൂർ AEO N സുരേന്ദ്രൻ അറിയിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ശ്രീ KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ആശാ ശശിധരൻ, KM വാസവൻ, അഡ്വക്കേറ്റ് ബിജു K മാർട്ടിൻ, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, ലതാ സി നായർ, സുലത രാജീവൻ, J ഷാജഹാൻ, DEO MR നരേന്ദ്രനാഥ്, സ്കൂൾ മാനേജർ R പത്മഗിരീഷ്, AP ലത, K രവീന്ദ്രപിള്ള, AEO N സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിക്കും. LP, UP, HS, HSS വിഭാഗങ്ങളിൽ നിന്നായാണ് 6000-ഓളം കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കുകൊള്ളുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരം 5 സ്റ്റേജുകളിലായാണ് ഒരുക്കിയിരിക്കുന്നത്. 4-ന് ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ നിർവഹിക്കും. 7-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോണിന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാംഗം KN ബാലഗോപാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, പുനലൂർ AEO N സുരേന്ദ്രൻ, ജനറൽ കൺവീനർ നിസാമുദ്ദീൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ R ഉല്ലാസ്, G രാജുമോൻ, B ഷാജഹാൻ, പച്ചില ഷംസുദ്ദീൻ, N രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റവറന്റ് ഫാദർ KA എബ്രഹാം പത്തനാപുരത്തിന്റെ നവോത്ഥാന നായകനാണെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ഫാദർ KA എബ്രഹാമിന്റെ 80ാം പിറന്നാളും പൌരോഹിത്യ സുവർണ ജൂബിലിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത പത്തനാപുരത്തിന്റെ നാഥനാണ് റവറന്റ് ഫാദർ KA എബ്രഹാമെന്നും ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഉപയോഗിക്കുക വഴി അക്കാദമിക്കൽ രംഗത്ത് അദ്ദേഹം വൻ മുന്നേറ്റം സൃഷ്ടിച്ചുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ച റവറന്റ് ഫാദർ KA എബ്രഹാം ഒരു സമുദായത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ മുഴുവൻ സ്വത്താണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പത്തനാപുരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിശ്വസ്തയോടുകൂടി വലിയ ഏൽപ്പിച്ചത് എബ്രഹാം. അതിനൊരു പോറലുമേൽക്കാതെ, ആ വിശ്വാസത്തേക്ക് ഒരു കോട്ടം സംഭവിക്കാതെ ബാബാത്തിനുമേൽ ഏൽപ്പിച്ച ജോലികൾ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പത്തനാപുരത്ത് ദേവതയുടെ സ്ഥാപനങ്ങളെ ഉയർത്തി വലുതാക്കി പടർന്ന് പന്തലിച്ച് ഇന്ന് പത്തനാപുരത്തെ വിദ്യാഭ്യാസ വലിയൊരു കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. അതാണ് ഞങ്ങളുടെ കാട്ടുപത്തനാപുരം എന്ന് വിളിച്ച പത്തനാപുരത്തിന് നാട്ടുപത്തനാപുരമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അച്ഛൻ ഒരു വലിയ ചൈത്ര യാത്ര തന്നെ അവിടെ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. പത്തനാപുരത്തെ ജനങ്ങൾക്ക് അച്ഛനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അത് ക്രൈസ്തവർ മാത്രമല്ല, അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭാമക്കൾ മാത്രമല്ല, അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എല്ലാവരും എബ്രഹാം എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറയുവാൻ
മല്ലപ്പള്ളി പാതിപ്പാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബസേലിയോസ് പൌലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായി. ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനായ റവറന്റ് ഫാദർ കെ എ എബ്രഹാം സമർത്ഥനായ ഭരണാധികാരിയും കർമ്മനിരതനുമാണെന്ന് ബാവ തിരുമേനി പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായും മൌണ്ട് താബോർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പലായും പ്രവർത്തിച്ചുകൊണ്ട് സഭയ്ക്കും പൊതുസമൂഹത്തിനും മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനമാണ് കെ എ എബ്രഹാം കാഴ്ചവെച്ചതെന്നും തിരുമേനി പറഞ്ഞു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യ സന്ദേശം നൽകി. ഡോക്ടർ യാക്കൂബ് മാർ ഐറേനീസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത, തിരുവല്ല എംഎൽഎ മാത്യു ടി തോമസ്, മുൻ എംഎൽഎ ജോസഫ് എം പുതുശ്ശേരി, റവറന്റ് ഫാദർ എ പി തോമസ്, പത്മശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ, മാധ്യമപ്രവർത്തകൻ പോൾ മണലിൽ, കുഞ്ഞുകോശി പോൾ, വി പി ഫിലിപ്പോസ്, റവറന്റ് ഫാദർ ജോൺ മാത്യു, കെ എ ഉമ്മൻ പാറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റവറന്റ് ഫാദർ കെ എ എബ്രഹാം മറുപടി പ്രസംഗം നടത്തി. ഓർത്തഡോക്സ് സഭയുടെയും അതുവഴി സമൂഹത്തിന്റെയും പുരോഗതിക്കായി ജീവിതം സമർപ്പിച്ച കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും കോർപ്പറേറ്റ് മാനേജറുമായിരുന്ന റവറന്റ് ഫാദർ കെ എ എബ്രഹാമിനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കർഷകരെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുറുക്കോളി മൊയ്തീൻ നയിക്കുന്ന കർഷക സംരക്ഷണ യാത്രയ്ക്ക് തിങ്കളാഴ്ച പുനലൂരിൽ സ്വീകരണം നൽകി. ഡിസംബർ 4 സമാപിക്കുന്ന ജാഥയ്ക്കൊടുവിൽ 10 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ നയിക്കുന്ന കർഷക സംരക്ഷണ യാത്രയ്ക്ക് തിങ്കളാഴ്ച പുനലൂരിൽ സ്വീകരണം നൽകി. താലൂക്ക് സെക്രട്ടറി കെ എ കലാം അധ്യക്ഷനായി. IUML പുനലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എ ജലീൽ സ്വാഗതം പറഞ്ഞു. സ്വീകരണ സമ്മേളനം ഡോക്ടർ എ യൂനിസ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കാര്യം നാണ്യവിളകളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുന്ന ഏലം, ആ ഏലം പോകുന്നത് മുഴുവനും വയനാട് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ജില്ലയിൽ നിന്നാണ്. അത് ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നു. നവംബർ 21 കാസർകോട് നിന്ന് ആരംഭിച്ച കർഷക സംരക്ഷണ യാത്ര ഡിസംബർ 4 തിരുവനന്തപുരത്ത് സമാപിക്കും. കർഷകർക്ക് മാന്യമായ അംഗീകാരം, കൃഷിക്ക് മുന്തിയ പരിഗണന, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കൃഷിക്ക് പ്രത്യേകമായ ബജറ്റ്, കർഷകന് സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിന് സമാനമായ വരുമാനം, തത്തുല്യ പെൻഷൻ, റബ്ബർ ഇറക്കുമതി ചുങ്കത്തിൽ വർധനവ്, തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ 10 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകും. ശ്യാം സുന്ദർ, മൺവിള സൈനുദ്ദീൻ, ഏറം ജലാലുദ്ദീൻ, PS ഷാജഹാൻ, അബ്ദുൾ അസീസ്, IA റഹീം, SA സമദ്, HA കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് പാൽ സംഭരണം തുടങ്ങി. പാലിന്റെ ഗുണനിലവാരത്തിലെ കൃത്യത അളക്കുന്നതിനോടൊപ്പം കർഷകന് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലും ലഭിക്കും. ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് പാൽ സംഭരണ യൂണിറ്റ് സ്ഥാപിച്ചു. ഡയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സബ്സിഡിയോടെയാണ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സംഘം പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ C രവീന്ദ്രൻപിള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് വരുന്നതോടുകൂടി നിങ്ങൾ വെക്കുന്ന ഓരോ തുള്ളി പാലിനും നേരത്തെ ആണെങ്കിൽ നമ്മൾ പാല് അളന്നെടുക്കുമ്പോൾ ലിറ്റർ സെറ്റിൽ തുള്ളി പോകുന്ന പാലിന് നമുക്ക് കിട്ടത്തില്ല. സംഘത്തിലായിരുന്നു മൊത്തത്തിൽ ആവുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന ഓരോ പാലും വെയിറ്റ് ബാലൻസിലൂടെ വെയിറ്റ് നോക്കിയെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തം പാലിന് വില കിട്ടുന്നു. രണ്ടാമത് നിങ്ങൾ കൊണ്ടുവരുന്ന ക്വാളിറ്റിക്ക് യാതൊരു വിധത്തിലും വ്യത്യാസം വരുത്താതെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അതേപോലെ തന്നെ മറ്റൊരു നമ്മൾ ഒരാൾ ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ യാതൊരു വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് വളരെ ഗുണനിലവാരത്തിനനുസരിച്ച് കൃത്യമായ വില നൽകാനുള്ള. ഡയറക്ടർ ബോർഡ് അംഗം S തുളസീധരൻപിള്ള സ്വാഗതം പറഞ്ഞു. കർഷകർ കൊണ്ടുവരുന്ന പാലിന്റെ ശരിയായ ഗുണനിലവാരവും അളവും കണ്ടെത്തി കൃത്യമായ വില നൽകാൻ പുതിയ സംവിധാനം സഹായിക്കും. ബില്ലും കർഷകർക്ക് ലഭിക്കും. ബില്ലിൽ പാലിന്റെ ഗുണനിലവാരവും അളവും തുകയും ഉണ്ടായിരിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം ശബരിനാഥ്, ചടയമംഗലം ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അനീഷ, സംഘം സെക്രട്ടറി സദാശിവൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാമത് സബ് ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ടൗൺ UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് കേരളത്തിലെ സ്ഥിതി. കേരളത്തിൽ നമ്മുടെ അധ്യാപകർ നിലവിലുള്ളവരെ സംബന്ധിച്ച് അത് നമ്മുടെ ഒരു ചിന്തയാണ്, നമ്മൾക്ക് പ്രശ്നമില്ലല്ലോ എന്ന്.
പക്ഷേ ഇതിന് ശേഷം വന്നവരുടെ സ്ഥിതി എന്താ? ഇപ്പൊ 7 മാസത്തോളമായി ഈ സംഭവം ഇവിടെ നടപ്പിലാക്കി. നമ്മൾ പണിമുടക്കൊക്കെ അടച്ചിട്ട് നിൽക്കുന്നവരാ. ഈ 7 മാസം സർക്കാരിന്റെ വിഹിതം അടച്ചോ? ഇവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കുന്നുണ്ടോ? രണ്ടുമില്ല. ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. അപ്പോൾ അവിടെയും പെൻഷൻ എന്ന് പറയുന്നത് മറന്നു തീർന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും പെൻഷൻ സ്വകാര്യവൽക്കരണത്തിലൂടെ തൊഴിലാളികൾ സുരക്ഷിതത്വം ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, ജനകീയ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സബ് ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചത്. സബ് ജില്ലാ പ്രസിഡന്റ് MB മുരളീധരൻ അധ്യക്ഷനായി. സെക്രട്ടറി K മോഹൻ സ്വാഗതം പറഞ്ഞു. KSTA ജോയിന്റ് സെക്രട്ടറി P കുട്ടപ്പൻപിള്ള, ജില്ലാ പ്രസിഡന്റ് TR മഹേഷ്, KSTA അംഗങ്ങളായ V വിക്രമൻ നായർ, K സൂസമ്മ, K മിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. റബ്ബർ വിലയിടിവ് തടയണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. റബ്ബർ വിലയിടിവ് തടയുന്നതിനായി ഇറക്കുമതി നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുവാൻ പോകുന്ന സംസ്ഥാന വ്യാപക പ്രക്ഷോഭ സമരങ്ങളുടെ മുന്നോടിയായാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ജാഥ ആയൂരിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. കർഷക സംഘം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ VS സതീഷിന് പതാക കൈമാറി. ഈ വരുന്ന ജനുവരി മാസം കേരളത്തിലെ മലയോര മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് പകർജാതികൾ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ മനുഷ്യച്ചങ്ങലയിൽ നിന്നുകൊണ്ട് അത്യുജ്വലമായ സമരം കേരളത്തിൽ കെട്ടടിച്ചുവിടാൻ കേരളത്തിലെ കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കൃഷിക്കാരനെ സഹായിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ കൃഷിക്കാരന് നിലവിലുള്ള നേട്ടങ്ങൾ പോലും തകർക്കുന്ന അപരിഷ്കൃതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും പുതിയ വ്യവസ്ഥകൾ നടപ്പിലാക്കാനും കാർഷിക മേഖലയെ തകർക്കാനും പരിശ്രമിക്കുന്ന ഗവൺമെന്റായി കേന്ദ്രമാണ്. കർഷക സംഘം ആയൂർ വില്ലേജ് പ്രസിഡന്റ് അലക്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വില്ലേജ് സെക്രട്ടറി വിജയൻ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ നായർ, CPM ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം പ്രചരണ ജാഥ കുളത്തൂപ്പുഴയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ പഞ്ചായത്തിലെ പന്തടിക്കുളത്ത് പാലം തകർന്നതിനാൽ തൊട്ടടുത്ത സത്യമംഗലം, പരുത്തി എന്നിവിടങ്ങളിലെത്താൻ പോലും കിലോമീറ്ററുകൾ ചുറ്റുകയാണ് നാട്ടുകാർ. പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തെങ്ങ് മുറിച്ചിട്ട് നടപ്പാലമുണ്ടാക്കാനായിരുന്നു പഞ്ചായത്തിന്റെ മറുപടി. ചിതറ പഞ്ചായത്തിലെ കൊല്ലായിൽ വാർഡിലെ പന്തടിക്കുളം പ്രദേശത്തെ നടപ്പാലം തകർന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. നാട്ടുകാരനായ ഒരാൾ തന്റെ വളർത്തുമൃഗവുമായി പാലത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് പാലം തകർന്നത്. പ്രദേശവാസിയായ അഷ്റഫാണ് ആ ഹതഭാഗ്യൻ. വീണെങ്കിലും കാര്യമായ പരിക്കില്ലാതെ അഷ്റഫ് അന്ന് രക്ഷപ്പെട്ടു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ ഒരു പോത്തുമായി പോകുമ്പോൾ ഈ പാലം ഇങ്ങനെ മറിഞ്ഞു വീഴുകയും എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണത്. തകർന്ന പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയ മറുപടി ഇങ്ങനെ: 2-3 തെങ്ങ് മുറിച്ച് ഇട്ട് നടന്നു പോകാൻ അവരാവശ്യപ്പെട്ടു. തൊട്ടടുത്തുള്ള സത്യമംഗലം റേഷൻ കട, പരുത്തി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഏക മാർഗമായിരുന്നു ഇത്. പാലം തകർന്നതിനാൽ 5 കിലോമീറ്റർ ചുറ്റി വേണം ഇപ്പോൾ ഇവിടങ്ങളിലെത്താൻ. ഈ പാലം ഇവിടെ സ്കൂളിൻ്റെത്, അക്കര ജംഗ്ഷനിൽ പോകാനുള്ള പാലവും റേഷൻ കട ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ പോകാനുള്ള പൊതുജനങ്ങൾക്കുള്ള ഒരു പാലം ഇതുപോലെ നഷ്ടപ്പെട്ടിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അവർ നമ്മൾ അവഗണിക്കുന്നതല്ലാതെ ഈ ഒരു ഉപയോഗം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഒരു ഉപയോഗവും ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഉണ്ടാവുന്നുമില്ല. ഇത് പാർട്ടി രാഷ്ട്രീയ കളികൾ കളിച്ച് അവർ ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട് ഇത് മാറ്റി കളയുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതിനോട് ഉപയോഗം വരുന്നില്ല. മഴക്കാലം ആരംഭിക്കുന്നതോടെ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തോട് മുറിച്ചു കടന്ന് മറുകരയിലെത്തേണ്ടി വരും. എത്രയും വേഗം പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തരമായ ഒരു നടപടി ഉണ്ടാവണം. ചേറ പഞ്ചായത്തിന്റെ മെമ്പർ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ആവശ്യം, ഇവിടെ ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വാനരശല്യത്തിൽ നിന്ന് കിഴക്കൻ മേഖലയിലെ കർഷകരെയും ജനത്തെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RSP തെന്മല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വന്യജീവികളെ വനത്തിൽ തന്നെ സംരക്ഷിക്കാൻ വനം വകുപ്പ് നടപടിയെടുക്കണമെന്ന് RSP ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തെന്മല ഡിപ്പോ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് പോലെയുള്ള സംവിധാനങ്ങളിൽ തുടർന്ന് ചേർന്ന ധർണ RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ D ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വാനരന്മാരുടെ ശല്യത്തിൽ ശാസ്താംകോട്ട ഒന്നാമതാണെന്നും താമസിയാതെ കിഴക്കൻ മേഖല ആ സ്ഥാനം കൈയടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിൽ ശാസ്താംകോട്ട കോളേജിൽ പഠിപ്പിച്ചു. ദിവസവും അതിലേക്ക് പോകുമ്പോൾ ഈ വാനരന്മാരുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അവിടെ തന്നെ അമ്പലക്കുരങ്ങന്മാരെന്നും ചന്തക്കുരങ്ങന്മാരെന്നും രണ്ട് വിഭാഗം. അവർ തമ്മിൽ വലിയ ശത്രുതയും യുദ്ധമൊക്കെ നടക്കാറുണ്ട്. ഇതിൻ്റെ ഇരകളാകുന്നത് അവിടെ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ചുറ്റുപാടുള്ള ഒരു വീട്ടിലും ഒരു തെങ്ങ് നട്ട് ഒരു കരിക്ക് പറിക്കുവാൻ സാധ്യത. വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പഴക്കൊലകൾ ഒന്നും ഉപയോഗിക്കാൻ സാധ്യത. പക്ഷെ ഇന്ന് ഈ പ്രദേശം, തെന്മല പ്രദേശവും അതിനനുബന്ധമായിട്ടുള്ള മറ്റു പ്രദേശങ്ങളിലും ഏതെല്ലാം തരത്തിലുള്ള വന്യമൃഗ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുലി ഇറങ്ങുന്നു, കാട്ടാനകൾ ഇറങ്ങുന്നു, കാട്ടാനകൾ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു, വാനരന്മാർ ഈ വീടുകളിൽ കയറി അവിടെ ആക്രമണം കാണിക്കുന്നു. അതിലൂടെ വിശദീകരിച്ചു. ഇത് ജനങ്ങൾക്ക് സ്വൈര ജീവിതത്തിന് ഭീഷണിയാണ്. RSP തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നത്തിൽ വനംവകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് RSP പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി M നാസർ ഖാൻ പറഞ്ഞു. വാനരന്മാരെ വനത്തിൽ സംരക്ഷിക്കാൻ വിവിധ നിർദ്ദേശങ്ങൾ തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സഹകരിച്ച് ഇത് നടപ്പിലാക്കി ജനങ്ങളെയും കർഷകരെയും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏക്കർ സ്ഥലത്ത് കുരങ്ങുകളുടെ കൂമ്പാരമാണെങ്കിൽ കുരങ്ങുകൾ കൂടി കിടന്നാൽ ടൂറിസ്റ്റുകളെ സകല ബന്ധുവോടുകൂടി ഈ വന്യജീവ സങ്കേതത്തിൽ തകരാറ് സംഭവിക്കാതെ അവിടെ അവരെ കാണാൻ എത്തിച്ചാൽ ഭക്ഷണം ടൂറിസ്റ്റുകൾ കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം. അപ്പോൾ ഭക്ഷണം ടൂറിസ്റ്റുകൾ അവർ കൊടുക്കുമെന്ന് മാത്രമല്ല, ടൂറിസ്റ്റുകൾക്ക് അത് അത്ഭുതകരമായ കാഴ്ചയായിരിക്കും. ഇതിനൊന്നും തയ്യാറാവാതെ കൃഷിക്കാരുടെ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ, കടക്കാരന്റെ ചെലവിൽ, ഇതിലെ പോകുന്ന വണ്ടിക്കാരുടെ ചെലവിൽ ഈ വന്യജീവികളെ സംരക്ഷിക്കാമെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ആ വ്യാമോഹം ഇവിടെ അവസാനിപ്പിക്കണം. D വർഗീസ്, മാരിയപ്പൻ, സുനിൽകുമാർ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറ വളവുപച്ച C കേശവൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ 32ാമത് കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം ഉദ്ഘാടനം ചെയ്തു. ശിശുദിനത്തിലാണ് കലോത്സവം തുടങ്ങിയത്. തുടർന്ന് 26 മുതൽ 29 വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ വിജയികളായ കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തിന്റെ ആകെ ഉത്സവമായി ഈ പ്രദേശത്തുള്ള കുടുംബാംഗങ്ങൾ മുഴുവനും വരുന്ന വലിയ ഒരു ആഘോഷ ഉത്സവമായിട്ടാണ് C കേശവൻ ഗ്രന്ഥശാലയിൽ 14 ശിശുദിനം മുതൽ നടത്തിയിരുന്ന കലോത്സവം അന്ന് ആഘോഷിച്ചിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഭംഗിയായി, എത്ര തന്മയത്വത്തോടുകൂടി നല്ല മൂല്യമുള്ള, ആനുകാലിക പ്രസക്തിയുള്ള, മെച്ചപ്പെട്ട സന്ദേശം നൽകുന്ന മദ്യപാനമാണെങ്കിലും പെൺകുട്ടികൾക്കെതിരെയുള്ള, സ്ത്രീകൾക്കുമെതിരെയുള്ള പീഡനമാണെങ്കിലും, വ്യാവസായിക പുരോഗതിയുടെ അതിൻ്റെ ദുരന്തമാണെങ്കിലും, ഏതും സമൂഹത്തിന് നൽകുന്ന സന്ദേശമായി മികച്ച കലാപ്രകടനം, ഒരുപക്ഷെ കവിതാരചനയിലും പദ്യം ചൊല്ലലിലും ഒക്കെ ഈ മികവ് നമുക്ക് കാണാൻ കഴിയും. കണ്ണങ്കോട് സുധാകരൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ജനറൽ കൺവീനർ CP ജെസിൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം തുമ്പമൺതൊടി രാജൻ, K സുകുമാരപിള്ള തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പറങ്കിമാമുകൾ കേന്ദ്രീകരിച്ച് പുതുതായി ആരംഭിക്കുന്ന അക്ഷയ സെന്റർ ചൊവ്വാഴ്ച MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഈ അക്ഷയ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനായ MLA KB ഗണേഷ് കുമാർ സാർ അവരുടെ നാളെ 4 മണിക്ക് നടത്തപ്പെടുകയാണ്. ഈ ചടങ്ങിലേക്ക് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ക്ഷണിച്ചുകൊണ്ട് 1/4 നൂറ്റാണ്ട്
പതിറ്റാണ്ട് വിവിധ ക്ഷേത്രങ്ങളുടെ കാവൽക്കാരനായി ജോലി നോക്കി ഒടുവിൽ ചടയമംഗലം മേജർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വിരമിക്കുന്ന ചടയമംഗലം സ്വദേശി മുരളീധരൻ നായർക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാരും ക്ഷേത്രോപദേശക സമിതിയും ചേർന്ന് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തസ്തികയിൽ നിന്ന് വിരമിച്ച ചടയമംഗലം മേജർ മഹാദേവർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചടയമംഗലം കുളങ്ങരയത്ത് വീട്ടിൽ മുരളീധരൻ നായർക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാരും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. 25 വർഷത്തെ സേവനത്തിനിടെ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുരളീധരൻ നായർ ജോലി നോക്കിയിട്ടുണ്ട്. മഹാദേവർ ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ യാത്രയയപ്പ് ചടങ്ങിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ മുരളീധരൻ നായർ, ഉപദേശക സമിതി അംഗങ്ങളായ ജി ബാലചന്ദ്രൻ പിള്ള, സജികുമാർ, മഠത്തിൽ മോഹൻ പിള്ള, വി എസ് ഉണ്ണികൃഷ്ണൻ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ബാലസംഘം തെന്മല വില്ലേജ് കൺവെൻഷൻ ശനിയാഴ്ച സംഘടിപ്പിച്ചു. കൺവെൻഷൻ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ശനിയാഴ്ച തെന്മല ഡാം ജംഗ്ഷനിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബാലസംഘം തെന്മല വില്ലേജ് പ്രസിഡന്റ് ടി വിമലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ പുതിയ ബാലസംഘം യൂണിറ്റിനും രൂപം നൽകി. സിപിഐഎം പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ രാജഗോപാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ബാലസംഘത്തിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള നിരവധി കലാമത്സരങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഓരോ 2 മാസം കൂടുമ്പോഴും നമ്മളൊരു രചനാ മത്സരവും ആ മത്സരത്തിനോട് ചേർന്നിട്ട് ഒരു ക്വിസ് മത്സരവും സംഘടിപ്പിക്കും. ചെറിയ തുക എന്നല്ല, 5001 രൂപയാണ് നമ്മൾ ഒന്നാം സമ്മാനം കൊടുക്കുന്നത്. പങ്കെടുക്കുന്ന ടീമുകൾക്കെല്ലാം 500 രൂപയും സർട്ടിഫിക്കറ്റും. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം പ്രാദേശിക ചരിത്ര രചനാ മത്സരമാണ്. അപ്പൊ 1000 രൂപ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച മത്സരാർത്ഥികളുണ്ടായിരുന്നു. രാംദീപ് ബാലസംഘത്തിന്റെ പുതിയ ഭാരവാഹികളായി ടി വിമൽ, രാംദീപ്, അനു, ശുഭ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പമ്പുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്തി. ചടയമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ തുടക്കം. കലോത്സവം ഡിസംബർ 5 വരെ. റവറന്റ് ഫാദർ കെ എ എബ്രഹാം പത്തനാപുരത്തിന്റെ നവോത്ഥാന നായകനെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ഫാദർ കെ എ എബ്രഹാമിന്റെ 80ാം പിറന്നാളും പൌരോഹിത്യ സുവർണ ജൂബിലിയും ആഘോഷിച്ചു. വാനരശല്യത്തിൽ നിന്ന് കിഴക്കൻ മേഖലയിലെ കർഷകരെയും ജനത്തെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RSP തെന്മല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.